ഓൾ, എല്ലാവർക്കും സൈലം ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനത്തിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനൊപ്പം തന്നെ അയോണിക് ബോണ്ടിങ് അല്ലെങ്കിൽ അയോണിക ബന്ധനവുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളും പഠിക്കാം. അപ്പോ എന്താണ് കെമിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ രാസബന്ധനം എന്ന് ചോദിച്ചാല് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു തന്മാത്രയിലെ ആറ്റങ്ങളെ തമ്മിൽ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ബോണ്ട്. അതാണ് കെമിക്കൽ ബോണ്ടിങ് അല്ലെ. അപ്പോൾ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത് എന്ന കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ഓഫ് മാറ്റർ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന കണം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ആറ്റം ആണ്. ആറ്റങ്ങൾ ചേർന്നിട്ടാണ് തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത്, അതല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അങ്ങനെ ഒരു തന്മാത്രയില് ഇനിയിപ്പോ നമുക്കറിയാം മോണോ അറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്. ഒരു മോളിക്യൂളില് ഒരു ആറ്റം മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ അത് മോണോ അറ്റോമിക് മോളിക്യൂൾ ആണ്. രണ്ട് ആറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. രണ്ടിൽ കൂടുതൽ ആറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് പോളി അറ്റോമിക് മോളിക്യൂൾ ആണ് അല്ലെ. അപ്പോ നമുക്കറിയാവുന്ന കേസാണ്, ഇപ്പോ പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അവരൊക്കെ മോണോ അറ്റോമിക് ആണ്. ആരൊക്കെ വരുന്നുണ്ട്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, ജനോൺ, റെഡോൺ, ഒഗരസോൺ വരെയുള്ളവരെല്ലാം വരുന്നുണ്ട് അല്ലെ. അലസന്മാരാണ്, അലസവാതകങ്ങളാണ്. അതേ സ്ഥാനത്ത് ഹൈഡ്രജൻ, ക്ലോറിൻ, നൈട്രജൻ, ഓക്സിജൻ ഒക്കെ ഡയറ്റോമിക് ആണ്. അവരുടെ ഒരു മോളിക്യൂളില് രണ്ട് ആറ്റങ്ങളെ നമുക്ക് കാണാം. ഓക്കെ, എന്നാൽ ഫോസ്ഫറസും സൾഫർ, സെലീനിയം ഒക്കെ വരുന്ന കേസിലാണെങ്കിൽ അത് പോളി അറ്റോമിക്. കാരണം അവരുടെ ഒരു മോളിക്യൂളില് രണ്ടിൽ കൂടുതൽ 2+ ആറ്റംസ് വരികയാണെങ്കിൽ അത് ബഹു അറ്റോമികം അല്ലെങ്കിൽ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയും. അങ്ങനെ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടോ ആറ്റങ്ങളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ആ ബലത്തിന് വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ആ ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് കെമിക്കൽ ബോണ്ടിങ്. ബേസിക്കലി നമുക്ക് പഠിക്കാനായിട്ട് ഇവിടെ അയോണിക് ബോണ്ടിങ്ങും കോവാലന്റ് ബോണ്ടിങ്ങും ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആറ്റങ്ങൾ എന്തിനാണ് കെമിക്കൽ റിയാക്ഷൻസിന്റെ ഭാഗമാകുന്നത് എന്ന് ചോദിച്ചാൽ പീരിയോഡിക് ടേബിളിലെ 18ാമത്തെ ഗ്രൂപ്പുകാരെ പോലെ ആവാനാണ് അല്ലെ. അപ്പൊ 18ാം ഗ്രൂപ്പുകാരുടെ പ്രത്യേകത എന്താണ്? ദേ ആർ ഓൾറെഡി സ്റ്റേബിൾ. അവർക്ക് ഒരു ആറ്റത്തിനെ സ്റ്റെബിലിറ്റി കിട്ടി അല്ലെങ്കിൽ സ്ഥിരത നേടി എന്ന് പറയണമെങ്കിൽ അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലില് 8 ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്തിരിക്കണം. അതായത് അവിടെ ഒക്ടറ്റ് പൂർത്തിയാക്കണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ടേം തന്നെ ഓർത്തു വെക്കുക. എന്താണ് ഒക്ടറ്റ്? മലയാളത്തിൽ എന്താ പറയുക എന്ന് വെച്ചാല് അഷ്ടകം പൂർത്തിയാക്കുക എന്ന് പറയും. അങ്ങനെ ഒക്ടറ്റ് പൂർത്തിയാക്കുന്ന ഒരു ആറ്റം സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം. എന്നാൽ പീരിയോഡിക് ടേബിളിലെ എല്ലാ മൂലകങ്ങളും, ഇപ്പൊ 118 മൂലകങ്ങളും ഒക്ടറ്റ് പൂർത്തിയാക്കി സ്റ്റെബിലിറ്റി നേടിയവരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോ എന്ന് പറയേണ്ടി വരും അല്ലെ. എല്ലാത്തിനും ഒരൊറ്റ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് മാത്രമൊക്കെ വരുന്ന ആറ്റങ്ങൾക്ക് എങ്ങനെ ഒക്ടറ്റ് പൂർത്തിയാക്കാൻ പറ്റും? ഇപ്പൊ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം ഒക്കെ എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്. എന്നാൽ കൂടിയും ആറ്റങ്ങൾ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് അല്ലെങ്കിൽ ബാലൻസ് ഷെല്ലില് 8 ഇലക്ട്രോണുകൾ എന്ന് പറയുന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ ഒക്ടറ്റ് പൂർത്തിയാക്കിയിട്ട് സ്റ്റെബിലിറ്റി കൈവരിക്കുക, സ്ഥിരത നേടുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ രീതിയിൽ ആറ്റങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ അച്ചീവ് ചെയ്യാം അല്ലെങ്കിൽ ഒക്ടറ്റ് പൂർത്തിയാക്കാം എന്ന് ചോദിച്ചാൽ, കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമാകുന്ന ഒരു കൂട്ടം ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാം, നഷ്ടപ്പെടുത്താം, വിട്ടുകൊടുക്കാം. ഇനി വേറെ ഒരു കൂട്ടം ആറ്റങ്ങൾക്ക് ഈ ഇലക്ട്രോണുകളെ നേടാം, അതല്ലെങ്കിൽ സ്വീകരിക്കാം, അതായത് ഗെയിൻ ചെയ്യാം. ഇനി കൊടുക്കൽ വാങ്ങൽ പരിപാടിക്ക് നിൽക്കാത്ത മറ്റൊരു കൂട്ടം മൂലക ആറ്റങ്ങളുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് തന്റെ കയ്യിലുള്ള ഇലക്ട്രോണുകളെ മറ്റു മൂലക ആറ്റങ്ങളുടെ ഇലക്ട്രോണുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പങ്കുവെക്കൽ അല്ലെങ്കിൽ ഷെയറിംഗ് പ്രോസസ്സിന് വിധേയമാക്കുന്നുണ്ട്. അങ്ങനെ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടോ നേടിക്കൊണ്ടോ ഷെയറിംഗ് അല്ലെങ്കിൽ പങ്കുവെച്ചുകൊണ്ടോ എന്ത് ചെയ്യാം? ആറ്റങ്ങൾക്ക് ബോണ്ടിങ്ങിൽ ഏർപ്പെടാം. അങ്ങനെ ഓരോ ടൈപ്പ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള കോമ്പൗണ്ട്സും. ഫോർ എക്സാമ്പിൾ, അയോണിക ബന്ധനത്തിലൂടെ ഉണ്ടാകുന്ന അയോണിക സംയുക്തങ്ങളും കോവാലന്റ് ബോണ്ടിങ് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനത്തിലൂടെ ഉണ്ടാകുന്ന സഹസംയോജക സംയുക്തങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. കണ്ടോ? അപ്പൊ അവിടെ കണ്ടോ എങ്ങനെയാണ് ഈ കെമിക്കൽ ബോണ്ടിങ് എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് an atom gains stability by completing octet in their outermost shell. എപ്പോഴും ഏതൊരു ആറ്റവും അതിന്റെ ബാലൻസ് ഷെല്ലില് അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിലാണ് എന്ത് കംപ്ലീറ്റ് ആക്കുന്നത്? അഷ്ടകം പൂർത്തിയാക്കുന്നത്, അതല്ലെങ്കിൽ ഒക്ടറ്റ് പൂർത്തിയാക്കുന്നത്. ഏതൊക്കെ രീതിയിലൂടെ? ഇലക്ട്രോൺസിനെ കൊടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ വാങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ തന്റെ ഇലക്ട്രോണുകളെ മറ്റു മൂലക ആറ്റങ്ങളുടെ ഇലക്ട്രോണുകളുമായിട്ട് പങ്കുവെച്ചിട്ട്.
അവിടെ നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 കേസ് ഉണ്ട്, അല്ലെങ്കിൽ 2 ടേംസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, പീരിയോഡിക് ടേബിൾ ഒക്കെ പഠിക്കുമ്പോൾ പീരിയോഡിക് ട്രെൻഡുകൾ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ടേംസ് ഒക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഓക്സിഡേഷനും അതുപോലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി റിഡക്ഷനും. ഇത് രണ്ടും ഏകദേശം കോൺസെപ്റ്റ് ഒന്ന് തന്നെയാണെങ്കിലും രണ്ടിലും കാര്യമായ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. കണ്ടോ, എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു ഡൊണേറ്റ് ഇലക്ട്രോൺസ് ആൻഡ് ടു ബിക്കം വാട്ട്, പോസിറ്റീവ് അയോൺ. ആറ്റത്തിന് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. അപ്പോ ആറ്റത്തിലെ ഇലക്ട്രോണുകളാണ് കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമാകുന്നത് നമുക്കറിയാമല്ലോ. അതും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടിരിക്കുന്ന, എപ്പോഴും ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും അകലെയുള്ള വാലൻസ് ഷെല്ലിലെ അല്ലെങ്കിൽ അതാത് ആറ്റത്തിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷനിൽ എന്ത് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്. അങ്ങനെ ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ കെമിക്കൽ റിയാക്ഷന്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, റൈറ്റ്? അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഒരു ആറ്റത്തിൽ നിന്ന് പോയി, അല്ലെങ്കിൽ ആറ്റത്തിന് നഷ്ടമായി, അല്ലെങ്കിൽ ആറ്റം നഷ്ടപ്പെടുത്തി, ആറ്റം അതിനെ വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ദ ലാക്ക് ഓഫ് നെഗറ്റീവ് ചാർജ് ആണല്ലേ, ദ ഡെഫിഷ്യൻസി ഓഫ് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ അപര്യാപ്തത, ഇലക്ട്രോണിന്റെ കുറവ്, ഇലക്ട്രോണിന്റെ നഷ്ടമാണ്. അതിന് നമുക്ക് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് വാട്ട്, പോസിറ്റീവ് ചാർജ്. അങ്ങനെ ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ നേട്ടമോ, അതായത് ഇലക്ട്രോൺ ഗെയിനിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രോൺ നഷ്ടമോ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അവനെ നമുക്ക് വെറും ആറ്റം എന്ന് വിളിക്കാൻ കഴിയില്ല. ദി ബിക്കം വാട്ട്, ചാർജ്ഡ് ആറ്റംസ്. അതെന്താകുന്നു, ചാർജുള്ള ആറ്റങ്ങളാകുന്നു. ഈ ചാർജുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ ഒറ്റ വാക്കില് എന്ത് പേരിട്ട് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? അയോണ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ആറ്റം തന്റെ കയ്യിൽ നിന്നും ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തിയാൽ ഏത് ചാർജുള്ള അയോണായി മാറുമെന്ന് പഠിച്ചു വെക്കുക. യെസ്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ പോകുന്നു. ആ നെഗറ്റീവ് ചാർജിന്റെ അഭാവം, നെഗറ്റീവ് ചാർജിന്റെ കുറവ് പോസിറ്റീവായിട്ട് കാണിക്കുന്നു. ആറ്റം പോസിറ്റീവ് ചാർജുള്ള അയോൺ ആകുന്നു എന്ന് നിങ്ങൾ പഠിച്ചേക്കണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇവിടെ നോക്കാം. ഈ കൊടുക്കുന്ന ഇലക്ട്രോണുകളെയൊക്കെ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടാവണ്ടേ? എല്ലായിടത്തും എന്ത് തന്നെ ആ ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരാറ്റം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി പോസിറ്റീവ് ചാർജുള്ള അയോൺ ആകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ആറ്റം ഇലക്ട്രോണിനെ നേടിക്കൊണ്ട് അതല്ലെങ്കിൽ സ്വീകരിച്ചുകൊണ്ട്, അപ്പൊ ആലോചിക്കണം, ഇലക്ട്രോൺ ആണ് വരുന്നത്, ഇലക്ട്രോണിനെയാണ് സ്വീകരിക്കുന്നത്. ഇലക്ട്രോൺസ് ആർ ഓഫ് നെഗറ്റീവ് ചാർജ്, റൈറ്റ്? നെഗറ്റീവ് ചാർജ് ഉള്ള കണം വരുമ്പോ ആറ്റം മോർ നെഗറ്റീവ് ആകുന്നു, കൂടുതൽ നെഗറ്റീവ് ആകുന്നു. അപ്പൊ അത് നെഗറ്റീവ് ചാർജ് നേടുന്നു. മനസ്സിലായില്ലേ? അവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, അങ്ങനെ നെഗറ്റീവ് ചാർജ് ഉള്ള ആറ്റത്തിനെ നമുക്ക് പിന്നെ അതും അയോണ് തന്നെയാണ്, വേറൊരു പേരുണ്ട്, എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ രീതിയിൽ ഒരു ആറ്റത്തിന് ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗെയിൻ ചെയ്തുകൊണ്ട് നേടിക്കൊണ്ട് നെഗറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറാനുള്ള കഴിവിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ കണ്ടു, ആ വിറ്റി കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കപ്പാസിറ്റി, എബിലിറ്റി കൊടുത്താൽ പോസിറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറും. ആ പോസിറ്റീവ് ചാർജുള്ള അയോണിനെ നമുക്ക് കാറ്റയോൺ എന്ന പേരിട്ട് വിളിക്കാം കേട്ടോ. അതുപോലെ ആറ്റം ഇലക്ട്രോണിനെ വാങ്ങിയാൽ അല്ലെങ്കിൽ സ്വീകരിച്ചാൽ അതല്ലെങ്കിൽ ഗെയിൻ ചെയ്താൽ നെഗറ്റീവ് ചാർജുള്ള അയോണായിട്ട് മാറും. ഇലക്ട്രോണാ വന്ന് കയറുന്നത്, നെഗറ്റീവ് ചാർജാ കയറുന്നത്. സോ ആ നെഗറ്റീവ് ചാർജുള്ള അയോണിനെ നമുക്ക് ആനയോൺ എന്ന പേരിട്ട് വിളിക്കാം കേട്ടോ. സോ പോസിറ്റീവ്ലി ചാർജ്ഡ് ആറ്റം ഈസ് കോൾഡ് കാറ്റയോൺ ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആറ്റം അല്ലെങ്കിൽ ആ നെഗറ്റീവ് അയോണിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ആനയോൺ എന്ന പേരിട്ട് വിളിക്കാം. അപ്പൊ ഈ പറഞ്ഞ ഇലക്ട്രോ പോസിറ്റിവിറ്റി ആയിക്കോട്ടെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിക്കോട്ടെ, ഇത് രണ്ടും എന്താണ്? ആറ്റങ്ങളുടെ കഴിവാണ്, എബിലിറ്റി, കപ്പാസിറ്റി. കൊടുക്കാനും ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്താനും നേടാൻ അല്ലെങ്കിൽ സ്വീകരിക്കാനുമുള്ള കഴിവാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ അടുത്ത 2 ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്സിഡേഷൻ ആസ് വെൽ ആസ് വാട്ട്, റിഡക്ഷൻ. ഒരാറ്റം ഇലക്ട്രോണിനെ കൊടുക്കുന്ന പ്രവർത്തനം, ദ പ്രോസസ് ബൈ വിച്ച് an atom loses electron. ഒരാറ്റം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കാം. അതാണ് ഓക്സീകരണം. ഓക്കെ, അതുപോലെ ആറ്റം ഇലക്ട്രോണുകളെ നേടുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്ന പ്രവർത്തനം എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? നിരോക്സീകരണം, റിഡക്ഷൻ.
ഓക്സീകരണം, ഓക്സിഡേഷൻ. അപ്പൊ ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പിന്നെ നിങ്ങൾ ചിന്തിക്കും അല്ലേ? എടാ, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള അയോണായി മാറാനുള്ള കഴിവ് എബിലിറ്റി ഇലക്ട്രോ പോസിറ്റിവിറ്റി. എന്നാൽ കൊടുക്കുന്ന പ്രവർത്തനം ഓക്സീകരണം. കഴിവാണ് പോസിറ്റിവിറ്റി, കൊടുക്കുന്ന ആ പ്രക്രിയ ഓക്സീകരണം, ഓക്സിഡേഷൻ. ഓക്കെ, ഇനി ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് ചാർജുള്ള അയോണായി മാറാനുള്ള കഴിവ് എബിലിറ്റി, കപ്പാസിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. എന്നാൽ ദ പ്രോസസ് ബൈ വിച്ച് an atom gains electron, ഒരു ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആ പ്രവർത്തനം, പ്രക്രിയ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? ദാറ്റ് ഈസ് റിഡക്ഷൻ. ക്ലിയർ അല്ലേ? അപ്പോ നമുക്ക് ഈ അയോണിക ബന്ധനം, സഹസംയോജക ബന്ധനം, ഈ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിന് ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്ക് നമുക്ക് റിഡോക്സ് റിയാക്ഷൻസ് ഒക്കെ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഈ ഓക്സീകരണവും നിരോക്സീകരണവും സാധാരണ നടക്കുന്ന ഇലക്ട്രോഡുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ആനോഡും കാഥോഡും ഇലക്ട്രോണുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്സിഡേഷൻ ഓൾവേസ് ടേക്സ് പ്ലേസ് അറ്റ് എവിടെയാണ്? ആനോഡ്. അതിനാണ് പലരും ഒരു കോഡ് പറഞ്ഞു കേട്ട് കണ്ടിട്ടുള്ളത് ആനോക്സ്, ഒരു കാള അല്ലെ? പല ലേണേഴ്സിന്റെ അടുത്ത് നിന്നും കേട്ട് ശീലിച്ചൊരു കോഡ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നു എന്നേ ഉള്ളൂ. പലർക്കും അറിയാമായിരിക്കും, അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ നല്ല കോഡാണ് അല്ലെ? ആനോക്സ് കേട്ടിട്ടില്ലേ? ഒരു കാള. അതായത് ഓക്സീകരണം എവിടെ നടക്കുന്നു? ആനോഡിൽ നടക്കുന്നു. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നത് ആനോഡിലാണ്. ഇനി റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ടേക്സ് പ്ലേസ് അറ്റ് കാഥോഡ് അല്ലേ? കാഥോഡ്, അതിനെയാണ് റെഡ് ക്യാറ്റ്, ചുവന്ന പൂച്ച. ദാറ്റ് മീൻസ് റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം എന്ന് പറയുന്നത് കാഥോഡിൽ നടക്കുന്നു. അതാണ് ആനോക്സും റെഡ് ക്യാറ്റും. ഓക്സീകരണമാണെങ്കിൽ എന്താ? ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്നു. ഓക്സീകരണം ആനോഡിലും, ഇനി അതായത് ഓക്സിഡേഷൻ. ഇനി റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ നേടുന്ന പ്രവർത്തനം, റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം കാഥോഡിലും നടക്കുന്നു എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്തേക്കുക? പഠിച്ചേക്കുക. അത് ക്ലിയർ ആണോ? ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് അയോണിക് ബോണ്ടിങ് അല്ലെങ്കിൽ ഇലക്ട്രോവാലന്റ് ബോണ്ടിങ് എന്താണെന്ന് നോക്കാം. അത് ഒരു ബെസ്റ്റ് എക്സാമ്പിളിൽ കൂടി അല്ലെങ്കിൽ ഒരു സിമ്പിൾ എക്സാമ്പിളിൽ കൂടി നമുക്ക് പഠിക്കാം കേട്ടോ. ഇവിടെ സോഡിയം ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ നമുക്കറിയാം 11 ആണ്. അതുപോലെ ക്ലോറിൻ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ ചോദിച്ചാൽ 17 ആണ്. ഇത് വെച്ച് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണെങ്കിൽ സോഡിയം ആറ്റം 2, 8, 1 അല്ലേ? ക്ലോറിൻ ആറ്റം വരുമ്പോ 2, 8, 7 അല്ലേ? അപ്പൊ സോഡിയം ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, അതായത് വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 1 ആണ്. അതുപോലെ ക്ലോറിൻ ആറ്റത്തിന്റെ ബാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 7 ആണ്. രണ്ടു പേർക്കും ലക്ഷ്യം എന്താ? സ്ഥിരത. അൾട്ടിമേറ്റ് എയിം എന്ത് തന്നെയാണ്? സ്റ്റേബിൾ ആവുക, സ്റ്റെബിലിറ്റി കൈവരിക്കുക. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ സോഡിയത്തിന്റെ കേസ് ആണെങ്കിൽ ബാഹ്യതമ ഷെല്ലില് സ്ഥിരത എന്ന് കേൾക്കുമ്പോ ഔട്ടർമോസ്റ്റ് ഷെല്ലില് അഷ്ടകം ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കണം. ക്ലോറിന്റെ കേസും വ്യത്യസ്തമൊന്നുമല്ല. ഔട്ടർമോസ്റ്റ് ഷെല്ലില് അഷ്ടകം അല്ലെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കണം. അപ്പോ ഈ കേസ് നമ്മളൊന്ന് ചിന്തിക്കുവാണെങ്കിൽ നോക്കാം. ഇവിടെ സോഡിയം ആറ്റം എന്ന് പറയുമ്പോൾ അവന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് നിലവിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ? അപ്പൊ അതിനെ ഇനി 8 ആക്കണമെങ്കിൽ 7 കൂടി അവന് കിട്ടേണ്ടതായിട്ടുണ്ട്. വിച്ച് ഈസ് ഇമ്പോസിബിൾ. അതൊന്നും ആരും വെറുതെ കൊടുക്കില്ല, അങ്ങനെ കിട്ടില്ല. ക്ലോറിൻ ആറ്റത്തിന്റെ കേസ് നോക്കുവാണെങ്കിൽ അവന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് 7 ഇലക്ട്രോൺസ് ഉണ്ടല്ലേ? ഒരെണ്ണത്തിനെയും കൂടെ കിട്ടിയാൽ സ്റ്റേബിൾ ആകാം. അപ്പൊ എപ്പോഴും പ്രാക്ടിക്കൽ ആവുക അല്ലേ? ഏതാണ് ഏറ്റവും സ്മാർട്ടായിട്ട് നമുക്ക് ചിന്തിച്ച് ഈസി ആയിട്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന മാർഗം ചോദിച്ചാൽ ഒന്നാമത്തെ കേസ് സോഡിയം എന്ന് പറയുന്നത് ഒരു മെറ്റൽ ലോഹമല്ലേ? ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റൽ അല്ലെങ്കിൽ അലോഹമല്ലേ? മെറ്റൽസ് ആർ ഓൾവേസ് ഇലക്ട്രോപോസിറ്റീവ് ഇൻ നേച്ചർ. ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രാസപ്രക്രിയയിൽ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ട് ഇലക്ട്രോണുകളെ കൊടുക്കാൻ, നഷ്ടപ്പെടുത്താൻ, ഡൊണേറ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് മെറ്റൽസ്. അപ്പൊ മെറ്റൽസിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഇലക്ട്രോപോസിറ്റീവ്. സ്ലൈഡ് കളർഫുൾ ആകട്ടെ അല്ലെ? ദ സെയിം വേ ഈ മെറ്റൽസ് കൊടുക്കുന്ന ഇലക്ട്രോൺസിനെ ഒക്കെ വാങ്ങാൻ ആരെങ്കിലും വേണ്ടേ? ആരുണ്ട്? നോൺ മെറ്റൽസ് ആർ ദെയർ. അതെ, നോൺ മെറ്റൽസിന്റെ പ്രത്യേകത ദേ ആർ ഇലക്ട്രോ നെഗറ്റീവ് ഇൻ നേച്ചർ. അപ്പൊ പോസിറ്റിവിറ്റി നമ്മൾ പഠിച്ചത് എന്താണ്? യെസ്, അത് കൊടുക്കാനുള്ള കഴിവ്. നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങാനുള്ള കഴിവ്. അപ്പൊ മെറ്റൽസിന് ഇലക്ട്രോണുകളെ കൊടുക്കാനാ ഇഷ്ടം. ഭയങ്കര കൊടുക്കാൻ മനസ്സുള്ളവരാണ് കേട്ടോ. ദേ ആർ പോസിറ്റീവ് മൈൻഡഡ് ആൾക്കാർക്ക് എപ്പോഴും കൊടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും അല്ലെ? അതാണ്. അതുപോലെ ദേ
നെഗറ്റീവ് മൈൻഡഡ് ആൾക്കാർക്ക് വാങ്ങിക്കൊണ്ടിരിക്കാൻ. അതിനെ ഇനി നിങ്ങൾ നെഗറ്റീവ് സെൻസിൽ എടുക്കണ്ട, ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇലക്ട്രോൺ നെഗറ്റീവ്, അതായത് ആ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നത് ആരാണ്? നോൺ മെറ്റൽസ് ആണ്. ഈ കേസിൽ സോഡിയം എന്താ ചെയ്യുന്നതെന്നറിയോ? തന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ആ ഒരു ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കുന്നു? അങ്ങ് നഷ്ടപ്പെടുത്തും. ആ പോകുന്ന ഇലക്ട്രോണിനെ ആര് വാങ്ങുന്നു എന്നറിയോ? ക്ലോറിൻ വാങ്ങും. അങ്ങനെ സോഡിയം തന്റെ കയ്യിലുണ്ടായിരുന്ന ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നിലവിൽ സോഡിയത്തിന് ഇലക്ട്രോൺ നഷ്ടമല്ലേ ഉണ്ടായത്? സോഡിയത്തിന്റെ കയ്യിൽ നിന്നും ഒരു ഇലക്ട്രോൺ പോയില്ലേ? ആ ഒരു ഇലക്ട്രോണിന്റെ അഭാവം എങ്ങനെ കാണിക്കാം? പോസിറ്റീവായിട്ട് കാണിക്കാം. ആക്ച്വലി 1+ ആണ്, ബട്ട് ഒന്നൊക്കെ വന്നാൽ നമുക്കത് 1 നമ്പർ കൊടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അത് 1 ആണെന്ന് അറിയാം, അതുകൊണ്ട് Na+ മതി. അപ്പൊ ഇപ്പൊ Na+ന്റെ കേസ് എടുത്താൽ അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8. ഇതേ കാണുന്നുണ്ടോ? അതായത് ആ ഒരു ഇലക്ട്രോൺ പോയപ്പോ ആ ഷെല്ലങ്ങ് ഒഴിവായി. ഇപ്പൊ നിലവിൽ സോഡിയം അയോൺ ആയിട്ടുണ്ട്. ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ സോഡിയം ആറ്റം എന്ന് പറയരുത്. അല്ലെങ്കിൽ ചാർജഡ് സോഡിയം ആറ്റം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ആ ചാർജഡ് ആറ്റം ആണ് അയോൺ അല്ലേ? അവൻ എന്തായി? കാറ്റിയോൺ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ കോൺഫിഗറേഷൻ ഇപ്പൊ എങ്ങനെയായി? ആ ഒരെണ്ണം പോയി കഴിഞ്ഞ് ബാക്കി 2, 8. ഒരെണ്ണം പോയാൽ എന്താ? ഇപ്പോ സോഡിയം അയോണിന്റെ കേസ് പരിഗണിച്ചാൽ അവന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലില് എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? എത്ര എണ്ണം ഉണ്ട്? 8. അതായിരുന്നല്ലോ ആളുടെ ലക്ഷ്യം, 8 ആക്കുകാതെ ആ ഒന്നിനെ അങ്ങ് കളഞ്ഞു, 8 ആയി. കണ്ടോ? ഇനി ക്ലോറിന്റെ കേസ് എടുത്താല് ക്ലോറിൻ ആറ്റത്തിലെ 2, 8, 7 ആയിരുന്നു. സോഡിയം കൊടുത്ത ആ ഒരു ഇലക്ട്രോണിനെയും കൂടെ വാങ്ങിക്കൊണ്ട് ക്ലോറിൻ എന്ത് ചെയ്യുന്നു? യെസ്, അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു, നേടുന്നു, വാങ്ങുന്നു, സ്വീകരിക്കുന്നു. സോ ഇറ്റ് ബിക്കംസ് വാട്ട്? നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ, റൈറ്റ്? Cl- ആകുന്നു. അപ്പൊ മൈനസ് കണ്ടാൽ വന്നു ഇലക്ട്രോണിന്റെ എണ്ണം, ഇലക്ട്രോൺ എവിടുന്നോ വന്നു എന്നാണ് കേട്ടോ. പ്ലസ് കണ്ടാൽ അയ്യോ പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ക്ലോറിൻ അയോണിന് ഇപ്പൊ എങ്ങനെയാണ്? 2, 8, 7ന്റെ കൂടെ സോഡിയത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഇലക്ട്രോണും കൂടെ ചേർത്തിട്ട് 8 ആയി. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോ സോഡിയം ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് നോക്കിയാൽ അവിടെയും നമുക്ക് 8 ഇലക്ട്രോൺസ് ഉണ്ട്. ക്ലോറിൻ ആറ്റത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് പരിഗണിച്ചാലോ അവിടെയും എത്രയുണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. 8, 8 രണ്ടുപേർക്കും ആയിട്ടില്ലേ? രണ്ടുപേരും സ്റ്റേബിൾ ആയി. പക്ഷെ ഇവിടെ പോസിറ്റീവ് ചാർജ് സോഡിയം നേടി, നെഗറ്റീവ് ചാർജ് ക്ലോറിൻ നേടി. അങ്ങനെ ആ പോസിറ്റീവ് Na+ഉം അതുപോലെ Cl- പോസിറ്റീവും നെഗറ്റീവും എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണല്ലോ. വിപരീത ചാർജുകൾ റിപ്പൽ ചെയ്യുന്നു എന്നല്ലേ? അങ്ങനെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾ തമ്മിൽ വളരെ ശക്തമായ ഒരു വൈദ്യുതാകർഷണ ബലം അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഉണ്ടായി. Na+ഉം Cl- ചേർന്നിട്ടാണ് അങ്ങനെ നമ്മുടെ ഉപ്പ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ബോണ്ട് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ പൂർണ്ണമായും ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി ഇലക്ട്രോണുകളെ നേടിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബോണ്ടിങ് അല്ലേ? അതുകൊണ്ട് ഈ ബോണ്ടിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. പൂർണ്ണമായിട്ടും ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഇലക്ട്രോണിനെ നേടുമ്പോഴാണ് അവിടെ ഒരു അയോൺ ഉണ്ടാകുന്നത്. ഇതിനെ നമുക്ക് അയോണിക് ബോണ്ടിങ് അല്ലെങ്കിൽ അയോണിക ബന്ധനം എന്ന പേരിട്ട് വിളിക്കാം. മനസ്സിലായോ? അപ്പോ ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി ആ സ്ലൈഡ് കാണിച്ചു തരുമ്പോ പിടികിട്ടും. ദേ കണ്ടോ? ബോണ്ട് ഫോംഡ് ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ആറ്റം ടു ദി അനദർ. പൂർണ്ണമായിട്ടും ആ ഇലക്ട്രോണുകളെ ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല. എന്റേത് നീ എടുത്തോളൂ, മറ്റവനാ നീ തന്നു ഞാൻ എടുത്തോളാം, കൊടുത്തത് കൊടുത്തു, വാങ്ങിയത് വാങ്ങി. അത് അങ്ങനെയാണ്. സോഡിയത്തിന്റെ ക്ലോറിന്റെയും കേസ് നിങ്ങൾക്ക് അവിടെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? അതിന്റെ ലൂയിസ് ഡയഗ്രം ആണ് നിങ്ങൾ ഈ കാണുന്നത്. ലൂയിസ് ഡയഗ്രം ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ലൂയിസ് സ്ട്രക്ചർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിക്കാം. ഏതൊരു ആറ്റത്തിന്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ഡോട്ടുകളായിട്ടോ ക്രോസുകളായിട്ടോ ആറ്റത്തിന് ചുറ്റും റെപ്രസെന്റ് ചെയ്യാം. കണ്ടോ? സോഡിയത്തിന്റെ ഇതിപ്പോ ബോർ മോഡലാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സോഡിയത്തിന്റെ ലൂയിസ് ഡയഗ്രം ഞാൻ വരച്ചു തരാം. ദേ സോഡിയം ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ, ക്ലോറിൻ വരുമ്പോഴത്തേക്കും 1, 2, 3, 4, 5, 6, 7 എണ്ണം. അപ്പൊ എന്താ നടക്കുന്നത്? ഇവര് തമ്മിൽ അങ്ങ് ചേരും അല്ലേ? സോഡിയത്തിന്റെ ആ 1 ഇലക്ട്രോണും ക്ലോറിന്റെ 1 ഇലക്ട്രോണും. നിങ്ങൾ സോഡിയത്തിന് ഇവിടെ വരച്ചിട്ട് ക്ലോറിനെ ഇവിടെയും കൂടെ വരയ്ക്കുമ്പോൾ ബൗണ്ടിങ് നമുക്ക് ഫോം ചെയ്യാൻ ഈസി ആയിരിക്കും. ഈ തരത്തിൽ ലെഫ്റ്റ് റൈറ്റും ആയിട്ട് കൊടുത്താൽ ഞാൻ മേളിൽ കാണിച്ചു എന്നേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു? അങ്ങനെ അവര് 1 ജോഡി ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പങ്കുവെക്കുന്നുണ്ട്. ആണോ? അയ്യോ അല്ല, കോവാലന്റ് ബോണ്ടിങ് അല്ല കേട്ടോ. ഇവിടെ 1 ജോഡി പെട്ടെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ 1 ജോഡി ഇലക്ട്രോൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് പോകാൻ തോന്നും. നമ്മൾ ഇലക്ട്രോണുകളെ പൂർണ്ണമായിട്ടും കൊടുത്ത് വാങ്ങി എന്ന കോൺസെപ്റ്റ് അയോൺ ആണ്. അങ്ങനെ Na എന്താകുന്നു? പ്ലസ് ആകുന്നു. Cl- ആയിട്ടാണ്
NaCl അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഇവിടെ ഫോം ചെയ്തത്. കണ്ടോ, സോഡിയം ആറ്റം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി Na+ ആകും, ക്ലോറിൻ സ്വീകരിച്ചു Cl- ആകും, അങ്ങനെ NaCl. ഇത് ഈസി അല്ലേ? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അതിന്റെ ഉത്തരം കമന്റ് ചെയ്യാവോ? ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ടിനെ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഹൈഡ്രജൻ ക്ലോറൈഡ് ആയിക്കോട്ടെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിക്കോട്ടെ, രണ്ടിന്റെയും കെമിക്കൽ ഫോർമുല HCl തന്നെയാണ്. ഹൈഡ്രജൻ ക്ലോറൈഡിലേത് എന്ത് തരം ബോണ്ടിങ് ആണ് എന്ന് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാമോ? പ്ലീസ് ഡു കമന്റ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ്, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വസ്തുതകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇത് ചെറിയ ഒരു പോർഷൻ. ഇനി ഇത് വെച്ചിട്ട് ബാക്കി ഓക്സീകരണം, നിരൂക്സീകരണം, ഓക്സീകാരി, നിരൂക്സീകാരി, അങ്ങനെ കുറച്ച് വസ്തുതകളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് മറക്കണ്ട, അതിൽ എന്ത് തരം ബോണ്ടിങ് ആണെന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യൂ. വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.